أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. الله العظيم. സൂറത്തുൽ ഹജ്ജ് 17. ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വസിച്ചവർ. ഇന്നല്ലദീന നിശ്ചയം ഒരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു, വിശ്വസിച്ചവർ എന്നർത്ഥം. വല്ലദീന ഹാദു യഹൂദരായവരും. വസ്സാബിഈന സാബിഉകളും അഥവാ സാബി മതക്കാരും എന്നർത്ഥം. വൻ നസാറ നസ്രായരും. വൽ മജൂസ മജൂസികളും. വല്ലദീന അഷ്റഖു ഷിർക്ക് ചെയ്തവരായവരും എന്നാണ്. അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്തവരായവരും. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യഫ്സിലു ബൈനഹും അവർക്കിടയിൽ വിധി തീർപ്പുണ്ടാക്കും. യൗമൽ ഖിയാമ അന്ത്യനാളിൽ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും ഷഹീദ് സാക്ഷിയാകുന്നു. അള്ളാഹു അവനുദ്ദേശിച്ചവരെ നേർവഴിയിലാക്കും. വകദാലിക അൻസൽനാഹു ആയാത്തിൻ ബയ്യിനാത്തിൻ വഅന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്. അതാണല്ലോ മുകളിൽ പറഞ്ഞത്. അപ്പോൾ അള്ളാഹു അവനുദ്ദേശിച്ചവരെ ഹിദായത്തിലാക്കുമെന്ന് പറഞ്ഞാൽ ഹിദായത്ത് അവകാശപ്പെടുന്ന ഒരുപാട് കൂട്ടരുണ്ട്. ഞങ്ങളാണ് സന്മാർഗത്തിൽ എന്ന്. അവരെയാണ് ഇവിടെ എണ്ണി പറയുന്നത്. ഇന്നല്ലദീന ആമനു നിശ്ചയം വിശ്വസിച്ചവർ, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പരിശുദ്ധ ഖുർആനെയും അംഗീകരിക്കുകയും പിൻപറ്റുകയും പിന്തുണക്കുകയും ചെയ്ത ആളുകൾ, വിശ്വാസി സമൂഹം. അവരെ ഒരു വർഗത്തിലേക്ക് വംശത്തിലേക്ക് ഒന്നും ചേർക്കാതെ, ഇംഗ്ലീഷുകാർ പറയുന്നത് പോലെ മുഹമ്മദികൾ എന്നോ അറബികൾ എന്നോ അങ്ങനെയൊന്നും പറയാതെ ഒരാശയത്തിലേക്കാണ് അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുന്നത്. ആമനു എന്ന് പറയുന്ന പരിപാടി ചെയ്തവർ എന്നർത്ഥം. വല്ലദീന ഹാദു യഹൂദരായവരും. അഥവാ ഇന്നല്ലദീന ഹാദു യഹൂദരായവർ എന്ന് പറയുന്നത് എന്തിനാണ്? ജൂതന്മാരെ കുറിച്ച്. അല്ലാഹു തആല ജൂതമതം എന്ന് പറഞ്ഞിട്ടൊരു മതം ഉണ്ടാക്കിയിട്ടില്ല. സത്യദീനിൽ നിന്ന് തെറ്റിപ്പോയി, മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയി. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ തങ്ങളുടെ പൂർവ്വപിതാവ് യഹൂദ എന്നുള്ള പേരിലേക്ക് ചേർത്ത് അത് വംശമായും ദേശമായും മതമായും ഒക്കെ രൂപപ്പെടുത്തി ഒക്കെ അവർ പിൽക്കാലത്ത് ചെയ്തതാണ്. അങ്ങനെയുള്ളവരെ പറ്റിയാണ് ഹാദു എന്ന് പറയുക. അഥവാ അവർ യഹൂദരായവരാണ്. വസാബിഈന സാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തഫ്സീറുകളിലൊക്കെ വലിയ ചർച്ചയുണ്ട്. ആദം അലൈഹി ഇസ്ലാമിൻ്റെ ശേഷമുള്ള മകൻ ഷീത്തിൻ്റെ ആളുകളാണ്, യഹ്യ നബിയുടെ ആളുകളാണ്. ഇങ്ങനെ വിവിധ കാലഘട്ടങ്ങളിലുള്ള ആളുകൾ സാബി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളതാണ് കാരണം. യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും വ്യത്യസ്തരായ ആളുകളെ ആണ് സാബികൾ എന്ന് വിളിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. സൂറ അൻആമിൻ്റെ 33-ാമത്തെ ആയത്തിൽ ഫഇന്നഹും ലാ യുകദ്ദിബൂനക വലാകിന്ന ളാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ. നിശ്ചയം അവർ താങ്കളെയല്ല തള്ളിപ്പറയുന്നത്, കളവാക്കുന്നത്, അള്ളാഹുവിൻ്റെ ആയത്തുകളെയാണ് എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ചുകൊണ്ട് അബീ ഹാത്തിമിൽ നിന്നും
ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിനെ കണ്ടുമുട്ടി അങ്ങാടിയിൽ വെച്ച്. അപ്പോൾ മുസാഫഹത്ത് ചെയ്തു, റസൂലും അബൂജഹലും തമ്മിൽ. അങ്ങനെ റസൂൽ അങ്ങ് പോയപ്പോൾ വേറെ ഒരാൾ അബൂജഹലിനോട് പറഞ്ഞു, ആ സാബി നിനക്ക് മുസാഫഹത്ത് ചെയ്തല്ലോ എന്ന്. അവിടെ റസൂലുള്ളാഹിനെ വിളിച്ചത് സാബി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്താണെന്ന് അറിയുന്ന ആളുകളാണല്ലോ ഈ സാബി എന്ന് വിളിച്ചത് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വാക്കിൻ്റെ അർത്ഥം അതാണ്. സബ എന്ന് പറഞ്ഞാൽ നിലവിലുള്ളതിൽ നിന്ന് മറ്റൊന്നിലേക്ക് തെറ്റി എന്നാണ് അർത്ഥം. അതുകൊണ്ട് എല്ലാ കാലത്തുള്ള ആളുകളും അവിടെ എസ്റ്റാബ്ലിഷായ മതത്തിൽ നിന്നും സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്നും തെറ്റിയവരെയൊക്കെ സാബികൾ എന്ന് വിളിച്ചിട്ടുണ്ട്. അതേ അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാബി എന്ന് വിളിക്കുന്നത്, ആ പിഴച്ചവൻ എന്നൊക്കെ അർത്ഥത്തിൽ പറയുന്നത് പോലെ. അപ്പോൾ വ്യത്യസ്ത കാലങ്ങളിൽ ഇങ്ങനെ വിളിക്കപ്പെട്ട ആളുകളുണ്ട്. അവർ പിൽക്കാലത്ത് അവർ സാബികൾ തന്നെ അറിയപ്പെടുന്ന സമൂഹമായി ജീവിച്ചതിൻ്റെയൊക്കെ ഉദാഹരണങ്ങളുണ്ട്. അവരെയാണ് ഇവിടെ അങ്ങനെ ഒന്നുകിൽ ഒരു പ്രത്യേക ആ പേരിലുള്ള മതക്കാരായാലും കൊള്ളാം, ഇനി എല്ലാ കാലത്തും ഉള്ളതിൽ നിന്ന് തെറ്റി നടക്കുന്ന ആളുകൾ. തെറ്റി നടക്കാനൊരു കാരണമുണ്ട്. ഈ നിലനിൽക്കുന്നതിൽ യോജിപ്പുണ്ടാകില്ല, അത് ശരിയല്ല എന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. എന്നാൽ പിന്നെ ഏതാണ് ശരി എന്ന് അറിഞ്ഞും കൂടാ. അങ്ങനെ അറേബ്യയിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. അത്തരം ആളുകളെയാണ് ഇവിടെ സാബി എന്ന് പറയുന്നത്. അവരൊരു മതത്തിലുമില്ല, പക്ഷേ എന്നാൽ എന്താ വേണ്ടതെന്ന് അവർക്കൊട്ട് അറിയുകയുമില്ല. ആളുകൾ ഇഷ്ടമില്ലാത്തവരെയൊക്കെ അത് വിളിക്കും, അഥവാ തെറ്റിയവൻ എന്നർത്ഥത്തിൽ. വൻ നസാറ, നസ്രാണികൾ, ക്രിസ്ത്യാനികളെയാണ് ഖുർആൻ ആ വാക്കുകൊണ്ട് ഉപയോഗിക്കുക. ക്രിസ്ത്യാനികൾ എന്ന വാക്ക് പ്രചാരത്തിലായത് പിൽക്കാലത്താണ്. അടുത്ത കാലം വരെ നമ്മുടെ കേരളത്തിലെ ദീപിക പത്രത്തിൻ്റെ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു. പിന്നീടാണ് അവർ ദീപിക എന്നും രാഷ്ട്രദീപിക എന്നും ഒക്കെ ആക്കി മാറ്റിയത്. നസ്രാണികൾ എന്ന് ഇപ്പോഴും അവർ സംസാരത്തിലും പറയാറൊക്കെ ഉണ്ട്. സാധാരണഗതിയിൽ പറയുക ക്രിസ്ത്യാനികളാണ് എന്നാണ്. അവരെയാണ് ഉദ്ദേശ്യം. വൽ മജൂസികൾ എന്ന് പറഞ്ഞ അഗ്നി ആരാധകർ, സ്വരാഷ്ട്ര മതക്കാർ, അവരെയാണ് മജൂസികൾ എന്ന് വിളിക്കുന്നത്. വല്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്തവരും എന്നാണ്. അഥവാ മക്കയിലെ മുശ്രിക്കുകൾ മാത്രമല്ല, എല്ലാ കാലത്തും എല്ലാ നാട്ടിലും ഉണ്ടായിട്ടുള്ള വിഗ്രഹാരാധന, അള്ളാഹുവിന് പങ്കാളികളെ കൽപ്പിച്ച് ആരാധിക്കുക എന്നത് അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ള എല്ലാ ജനതക്കും ബാധകമായൊരു കാര്യമാണ്. അവിടെ അത് മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവർ എന്ത് വീണ്ടും പറയാണ്, ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കും. പറയാൻ കാരണം, ഈ പറഞ്ഞ ആളുകളൊക്കെ ഞങ്ങളാണ് ഹിദായത്തിൻ്റെ ആളുകൾ എന്ന് അവകാശപ്പെടുകയാണ്. അതിൽ ആരുടെ അവകാശവാദമാണ് ശരി എന്ന് ഇവിടെ നിന്ന് അവ്യക്തതയുണ്ടാകും. പക്ഷേ അവിടുന്ന് അല്ലാഹു തആല അത് തീർപ്പ് കൽപ്പിക്കുക തന്നെ ചെയ്യും എന്നത് വിശ്വാസികൾക്ക് ആശ്വാസവും നിഷേധികൾക്ക് താക്കീതുമായിട്ട് പറയുന്നതാണ്. വിശ്വാസികൾക്ക് എവിടുന്നാണ് നിങ്ങൾ ഇത് കിട്ടിയത്? അള്ളാഹു ഇലാഹാണ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നൊക്കെ നിങ്ങളോട് ആര് പറഞ്ഞു? അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കിതാബിൽ പറഞ്ഞു. അള്ളാഹു ഇറക്കിയതാണ് ഈ കിതാബ് എന്ന് ബോധ്യപ്പെട്ടു, അതിലുള്ളത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് വിശ്വസിച്ചു. അതാണ് ഇന്നല്ലദീന ആമനു. ഇതേ ചോദ്യം യഹൂദരായവരോട് ചോദിച്ചാൽ ഇത് എവിടുന്ന് കിട്ടി? അത് ഞങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ജൂതമതത്തിന് എതിരായിട്ടാണ് അതിലെ അവരുടെ കയ്യിലുള്ള തൗറാത്ത്, ഭേദഗതികൾക്ക് വിധേയമായി കിട്ടിയ അവശിഷ്ടങ്ങളും തൗറാത്തിൻ്റെ അവശിഷ്ടങ്ങളും അല്ലാത്തതും ചേർത്തുണ്ടാക്കിയ തോറ വായിച്ചു നോക്കിയാൽ പോലും ജൂതരുടെ കാഴ്ചപ്പാടും മതവും അതുപോലെ തന്നെ അതിൽ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം കാണാൻ കഴിയും.
എവിടുന്നാണത് കിട്ടിയതെന്ന് ചോദിച്ചാൽ അവരുടെ ദേഹേച്ഛകൾ രൂപപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ സാബികൾ നിലവിലുള്ളതിനോട് യോജിക്കാതെ വഴിതെറ്റി നടക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ശരിയെന്ന് അന്വേഷിക്കാൻ അവർ താല്പര്യമെടുക്കുന്നുണ്ടോ? ഇല്ല. ഇനി അതല്ല, സാബി എന്ന് പറയുന്നത് പ്രത്യേക മതക്കാരാണെങ്കിലും അങ്ങനെ തന്നെ അവരവരുടെ പാരമ്പര്യം കൊണ്ട് ഇങ്ങനെ അഭിരമിക്കുകയാണ്. ഇതെവിടുന്ന് കിട്ടി? അത് ഞങ്ങളുടെ പാരമ്പര്യം ഇങ്ങനെയാണ്. ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ മാ അൽഫൈന മാ അലൈഹി മാ ആബാന, ഞങ്ങളുടെ പിതാക്കന്മാരെ എങ്ങനെയാണോ ഞങ്ങളെ മാ വജുദ്ന അലൈഹി നത്തബിഉ മാ വജുദ്ന അലൈഹി ആബാന, ഞങ്ങളുടെ പിതാക്കന്മാരെ ഏത് നിലപാടിലാണോ ഞങ്ങൾ കണ്ടത് അത് ഞങ്ങൾ പിൻപറ്റുന്നു എന്നൊക്കെ വാദിക്കുകയാണ് അവരും ചെയ്യുന്നത്. അവരോട് ഇതെവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അതാണ് മറുപടി ഉണ്ടാകുക. വൻ നസാറ വൽ മജൂസ, അതും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അവരുടെ ദേഹേച്ഛക്ക്, അവരുടെ വിവരക്കേടിനനുസരിച്ച്, അല്ലാതെ അവരുടെ കയ്യിലുള്ള വേദത്തിൻ്റെ പോലും അടിസ്ഥാനം ഈ ബൈബിളിൽ ത്രിയേകത്വമാണ് പറഞ്ഞുകൊണ്ട് നടക്കുക. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ ദീസ് ത്രീ ആർ വൺ എന്ന് പറയുന്നൊരു വാചകമുണ്ട്. അത് മലയാളം ബൈബിളിൽ ഇല്ല. അതുപോലും വ്യാജമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ ബൈബിളിൽ ഇല്ലാത്തതാണ് ത്രിയേകത്വം, വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നതാണ്. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടി എന്നാണ് മറുപടി പറയുക. വൽ മജൂസ, അതും അങ്ങനെയാണ്. അവരുടെ വംശീയ പാരമ്പര്യം, സമുദായ പാരമ്പര്യം, അതിലൂടെ കിട്ടിയതാണ്. അല്ലാതെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല. അങ്ങനെയൊന്നും അവർക്ക് പറയാൻ കഴിയില്ല. വല്ലദീന അശ്റക്കു, എല്ലാ മുശ്രിക്കുകളും, ലോകാവസാനം വരെയുള്ള മുഴുവൻ മുശ്രിക്കുകളും, അവരൊക്കെ ഇതാണ് ശരിയായ മാർഗം, ഇതാണ് ഞങ്ങളുടെ വഴി, ഇത് ഞങ്ങൾക്ക് പൂർവികരിൽ നിന്ന് കിട്ടിയ സത്യമാണ് എന്ന വാദമുന്നയിക്കുകയാണ് ഈ ബാക്കിയുള്ളവരൊക്കെ. എന്നാൽ വിശ്വാസികൾ ഇത് സത്യമാണെന്ന് വാദമുന്നയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അത് അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതും റസൂല് കൊണ്ടുവന്ന അള്ളാഹിൻ്റെ കിതാബിലുമുള്ളതാണ്. അല്ലാതെ ഞങ്ങളുടെ ദേഹേച്ഛക്കോ വംശത്തിനോ ദേശത്തിനോ പാരമ്പര്യത്തിനോ അനുസരിച്ച് രൂപപ്പെടുത്തിയതൊന്നുമല്ല എന്ന് വിശ്വാസികൾ പറയും. ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്, ഞങ്ങളാണ് ഹിദായത്തിൻ്റെ ആളുകൾ എന്ന്. ആ തർക്കത്തിൽ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ, ആ തർക്കം ഇവിടെ നിന്നേ ഉണ്ടാകുകയുള്ളൂ, പരലോകത്തു നിന്നുണ്ടാകുകയില്ല. പരലോകത്തു നിന്ന് എല്ലാ തർക്കങ്ങളും അവസാനിക്കും. അങ്ങനെ അവർക്കിടയിൽ അല്ലാഹു തആല ആര് പറഞ്ഞതാണ്? അന്നല്ലാഹ യഹ്ദീ മൻ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും. ഏതാണ് സന്മാർഗം, ആര് പറയുന്നതാണ് എന്ന് വേർതിരിച്ച് അല്ലാഹു കാട്ടിക്കൊടുക്കുക തന്നെ ചെയ്യും. അവിടെ തർക്കമുണ്ടാകുകയില്ല എന്നർത്ഥം. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, ഇപ്പോഴിവിടെ നടക്കുന്നതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട്, അവൻ സാക്ഷിയാണ്. അല്ലാതെ എന്തൊക്കെയാണ് ആരാധനാലയങ്ങളിൽ വ്യത്യസ്ത മതക്കാർ കാട്ടിക്കൂട്ടിയത്, ആളുകളുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ്, അതൊന്നും അറിയാതിരിക്കുകയില്ല. വേണമെങ്കിൽ അറിയും. കാരണം എല്ലാറ്റിനും അല്ലാഹു തആല നേരിട്ട് സാക്ഷിയാണ്. അതുകൊണ്ട് അവൻ അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. എല്ലാറ്റിൻ്റെയും രേഖ അവൻ്റെ പക്കലുണ്ട്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. അതുകൊണ്ട് തീർപ്പ് കൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന് അർത്ഥം. യൗമ യഖൂമുൽ അഷ്ഹാദ്, സാക്ഷികൾ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം എല്ലാ നബിമാരെയും സാക്ഷികളായിട്ട് ഹാജരാക്കും എന്നൊക്കെ പറഞ്ഞത് വേറെയും കാണാൻ കഴിയും. ഇങ്ങനെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ വിധിതീർപ്പിൽ വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم. الحمد لله رب العالمين.